വിദ്യാർത്ഥികളെ, സമ്മേറ്റീവ് അസസ്മെന്റ് 2025-2026 7ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ എത്തുന്നത് തടഞ്ഞു നിർത്താനുള്ള സംവിധാനം അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണുള്ളത്? ക്വസ്റ്റ്യൻ അതാണ്. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്ട്രാറ്റോസ്ഫിയർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷ പാളികളിൽ ഏറ്റവും പ്രാധാന്യമുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയാൻ കാരണം എന്ത്? അപ്പോൾ ട്രോപ്പോസ്ഫിയറിന്റെ 2 ഫീച്ചേഴ്സ് എഴുതുക. ഒന്ന് എന്താണ്? പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ പാളിയിലാണ്. പിന്നെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നതും ഈ പാളിയിലാണ്. അപ്പൊ എന്തൊക്കെയാണ് എഴുതുന്നത്? പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ പാളിയിലാണ്. അതുപോലെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അറ്റ്മോസ്ഫിയറിക് അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നതും ഈ പാളിയിലാണ്. സി ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന അന്തരീക്ഷ പാളികളെ ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് എന്ന രീതിയിൽ ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് തെർമോസ്ഫിയർ, ടോപ്പോസ്ഫിയർ, എക്സോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്നാണ്. അപ്പോൾ എങ്ങനെ ഓർഡറിൽ എഴുതും? ഫസ്റ്റ് ട്രോപ്പോസ്ഫിയർ, ഒന്നാമത് ട്രോപ്പോസ്ഫിയർ, രണ്ടാമത്തത് സ്ട്രാറ്റോസ്ഫിയർ, മൂന്നാമത്തത് നമുക്ക് തന്നിട്ടില്ല, മീസോസ്ഫിയർ തന്നിട്ടില്ല. അപ്പൊ മൂന്നാമത്തെ മീസോസ്ഫിയർ ആണ് കേട്ടോ. മൂന്നാമത്തെ മീസോസ്ഫിയർ കഴിഞ്ഞിട്ട് സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞിട്ട് പിന്നെ മീസോസ്ഫിയർ ഉണ്ട്, അതിനകത്ത് തന്നിട്ടില്ല. അടുത്ത തെർമോസ്ഫിയർ. അപ്പൊ നമുക്ക് തന്നതനുസരിച്ച് മൂന്നാമത്തെ തെർമോസ്ഫിയർ എഴുതുക. നാലാമത്തെ എന്തായിരിക്കും? എക്സോസ്ഫിയർ. അപ്പൊ അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണ്? സ്ട്രാറ്റോസ്ഫിയർ തുടങ്ങുന്നത് എങ്ങനെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നാണ്. മീസോസ്ഫിയർ ഇതിനകത്ത് തന്നിട്ടില്ലാത്തതുകൊണ്ട് മൂന്നാമത്തെ അതായിട്ട് എഴുതേണ്ടില്ല. ഇനി ബി, ഒന്നാമത്തെ തന്നെ അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളതാണ്. ഭൂമിയുടെ ഉള്ളറയിലേക്ക് ഏകദേശം 12 കിലോമീറ്റർ മാത്രമേ മനുഷ്യന് എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പൊ എ ക്വസ്റ്റ്യൻ എന്ന് ചെയ്യുന്നത്, ഭൂമിയുടെ ഉള്ളറയിലേക്ക് അധിക ദൂരം സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഒന്ന്, ഭൂമിയുടെ ഉള്ളിലെ ചൂട് എന്ന് പറയുന്നത്, ഭൂമിയിലെ ഇന്നർ ലെയറിൽ അതായത് ഭൂമിയുടെ ഉള്ളറയിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചൂട് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ചൂട് കൂടി വരുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഭൂമിയുടെ അടിയിലേക്ക് പോകാനായിട്ട്, ഉള്ളറയിലേക്ക് അധികം ദൂരം സഞ്ചരിക്കാൻ കഴിയാത്തത്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത്, ഒന്ന്, ഭൂമിയുടെ ചൂട് എന്ന് പറയുന്നത്, ഉള്ളറയിലെ ചൂട് എന്ന് പറയുന്നത് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ചൂട് കൂടി വരുന്നതിനാലാണ് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്, സഞ്ചരിക്കാനായിട്ട് സാധിക്കാത്തത്. ബി ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കാൻ സഹായകമായ കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കാൻ സഹായകമായ കാര്യങ്ങൾ എന്താണ്? ഒന്ന്, നമുക്കറിയാം, അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് കുറെ സാധനങ്ങൾ എത്തിച്ചേരും അല്ലേ? അപ്പോൾ വോൾക്കാനിക് ഇറപ്ഷൻ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് പുറത്തേക്ക് ഒരുപാട് വസ്തുക്കൾ എത്തിച്ചേരുന്നു. പിന്നെ ആ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന്. പിന്നെ നമ്മൾ മൈനിങ് ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിഭവങ്ങളിൽ നിന്ന്, പിന്നെ ഭൂകമ്പ സമയത്തുണ്ടാവുന്ന വേവുകളുടെ മൂവ്മെന്റിൽ നിന്ന്, തരംഗങ്ങളുടെ ചലനത്തിൽ നിന്ന് തുടങ്ങിയവയിൽ നിന്ന്, അതിന്റെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്നൊക്കെ ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി ഓപ്ഷൻ സി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉള്ളറയിലെ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നാണ് ശിലാമണ്ഡലം, അതായത് ലിത്തോസ്ഫിയർ ഏതൊക്കെ ചേർന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ
വിവേചനങ്ങൾ സാമൂഹ്യ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 14 പൗരന്മാർക്ക് ഏത് അവകാശമാണ് ഉറപ്പുവരുത്തുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി, തുല്യത. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹം എന്ന ആശയം പ്രതിഫലിക്കുന്ന സന്ദേശവാക്യങ്ങൾ ഉൾപ്പെടുത്തി 4 പ്ലക്കാർഡുകൾ തയ്യാറാക്കാനാണ്. അപ്പൊ എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഒന്ന് ജെൻഡർ ഈക്വാലിറ്റി അല്ലേ, സ്ത്രീ പുരുഷ സമത്വം, പിന്നെ എന്താണ്, തുല്യ വേതനം ഉറപ്പാക്കുക, തൊഴിലിടങ്ങളിൽ തുല്യ വേതനം ഉറപ്പാക്കുക, പിന്നെ നിറത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ എന്താണ് നമ്മൾ തുല്യത വേർതിരിവ് കാണിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും 4 ആശയങ്ങൾ എഴുതിയിട്ട് പ്ലക്കാർഡുകൾ ഇങ്ങനെ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിൽ കാണുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു ഏത്? വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ബോക്സൈറ്റ് ആണ്. നെക്സ്റ്റ്, നൽകിയിരിക്കുന്ന ലോഹ അലോഹ ഇന്ധന ധാതുക്കൾ തിരിച്ചറിഞ്ഞ് ശരിയായി പട്ടികപ്പെടുത്തുക. ധാതു വിഭവങ്ങളും ധാതുക്കളുടെ പേരും തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ലോഹധാതുക്കൾ. ലോഹധാതുക്കൾ ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റും കലാമിനും ആണ്. അലോഹധാതുക്കൾ വജ്രം, സിലിക്കയാണ്. ഇന്ധനധാതുക്കൾ കൽക്കരിയാണ് മൂന്നാമത്തത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ധാതു വിഭവങ്ങളും ധാതുക്കളുടെ പേരും അടയാളപ്പെടുത്തേണ്ടത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ രൂപരേഖ നിരീക്ഷിക്കൂ. താഴെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. ഓരോ സൂചികകളും നൽകിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഒരു ഉപഭൂഖണ്ഡമായി വിശേഷിപ്പിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കാരണം എന്ന് പറയുന്നത്? അതായത് ഒന്ന്, വ്യത്യസ്തങ്ങളായ ഭൂപ്രകൃതി വിഭാഗങ്ങളും സമതലങ്ങൾ, മരുഭൂമികൾ, പർവ്വതങ്ങൾ അല്ലേ, അങ്ങനെ പിന്നെ തീരസമതലങ്ങൾ, ദ്വീപുകൾ എന്നീ സവിശേഷതകളാണ് ഇതിനകത്ത് കാണുന്നത് അല്ലേ. അപ്പോൾ വ്യത്യസ്തമായ ഭൂപ്രകൃതികളാണ്. അപ്പം പലതരത്തിലുള്ള ഭൂപ്രകൃതികളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ വ്യത്യസ്ത സമതലങ്ങൾ, മരുഭൂമികൾ, പർവ്വതങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ തുടങ്ങിയവയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതേണ്ടത്. ഇനി അതുകൊണ്ട് ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഉത്തരേന്ത്യൻ സമതലങ്ങൾ ഫലഭൂയിഷ്ടമാകാൻ കാരണം എന്താണെന്നാണ്. എന്തുകൊണ്ടായിരിക്കും? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ. പിന്നെന്താണ്? നദികളാൽ ജലസമൃദ്ധം അല്ലേ, നദികളിൽ ഒരുപാട് ജലമുള്ളത് കൊണ്ട്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങൾ ഫലഭൂയിഷ്ടമാകാൻ കാരണം ഒന്ന്, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ. രണ്ടാമത്തേത്, ഒരുപാട് നദികളുള്ളത്, അതുകൊണ്ടാണ് ഫലഭൂയിഷ്ടമാകാൻ കാരണം. ഇനി ഫോർത്ത് ബി ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്ന ചിത്രത്തിലെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ മഴനിര പ്രദേശങ്ങൾ എന്താണെന്ന് വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് ബി ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. മറുഭാഗത്ത് എന്തായിരിക്കും? മഴ തീരെ കുറവായിരിക്കും, മറ്റു ഭാഗത്ത് മഴ തീരെ കുറവായിരിക്കും. അപ്പോൾ എന്താണ് മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്? ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. മറുഭാഗത്ത് മഴ തീരെ കുറവാകുന്നു. അതാണ് മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യൻ, തമിഴ്നാടിനേക്കാൾ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുന്നത് എന്തുകൊണ്ട്? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ തമിഴ്നാട്ടിനേക്കാൾ കൂടുതൽ കേരളത്തിൽ മഴ ലഭിക്കാൻ കാരണം എന്താണ്? സഹ്യപർവ്വതത്തിന്റെ പടിഞ്ഞാറേ ചെരുവിലാണ് കേരളം. അപ്പോൾ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. അതുകൊണ്ടാണ്. എന്താണ്? സഹ്യപർവ്വതത്തിന്റെ പടിഞ്ഞാറേ ചെരുവിലാണ് എന്തുള്ളത്? കേരളം ഉള്ളത്. അപ്പോൾ കേരളം കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കും. ചിത്രത്തിൽ പടിഞ്ഞാറേ ദിശയിൽ നിന്നാണ് കാറ്റ് വരുന്നത്. ഈ കാറ്റ് മലനിരയുടെ കിഴക്കേ ചെരുവിലെത്തുമ്പോഴേക്കും ഈർപ്പരഹിതമാവുകയും കാറ്റിന്റെ വേഗത കുറയുകയും ചെയ്യുന്നു. ഇത് കാരണമാണ് തമിഴ്നാട്ടിൽ മഴ കുറയുന്നത്. അപ്പം എങ്ങനെ എഴുതേണ്ടത്?
സഹ്യപർവ്വതത്തിന്റെ പടിഞ്ഞാറേ ചെരുവിലാണ് എന്തുള്ളത്? കേരളമുള്ളത്. ചെരുവിലാണ് കേരളം. കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി അവിടെ മഴ പെയ്യിക്കും. ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പടിഞ്ഞാറേ ദിശയിൽ നിന്നാണ് കാറ്റ് വരുന്നത് എന്നാണ്. ഈ കാറ്റ് മലനിരയുടെ കിഴക്കേ ചെരുവിലെത്തുമ്പോഴേക്കും ഈർപ്പരഹിതമാവുകയും കാറ്റിന്റെ വേഗത കുറയുകയും ചെയ്യും. ഇത് കാരണമാണ് തമിഴ്നാട്ടിൽ മഴ കുറയുന്നത്. ഇനി താഴെ പറയുന്നവയിൽ കൂടുതൽ മഴ ആവശ്യമുള്ള വിള ഏതാണ്? നെല്ല്. ഓപ്ഷൻ എ നെല്ലാണ് ഉത്തരം. 5ാമത്തെ ക്വസ്റ്റ്യൻ, അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന അധികാര വികേന്ദ്രണവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചില പ്രത്യേക വിഭാഗം ആളുകൾ മാത്രം ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നു. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. വികസനം ചില ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ അധികാരവും പങ്കാളിത്തവും ലഭിക്കുന്നു. ഇതിലേതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 2ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് ശരി. ഓപ്ഷൻ എ 2ഉം 4ഉമാണ് ശരി. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ അധികാരവും പങ്കാളിത്തവും ലഭിക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇനി ഈ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത്. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഗ്രാമങ്ങളുടെ വികസനം എന്ത് ചെയ്യും? രാജ്യപുരോഗതിക്ക് കാരണമാവും. അപ്പൊ ഗ്രാമങ്ങൾ വികസിച്ചാലേ എന്ത് ചെയ്യുള്ളൂ? രാജ്യങ്ങൾ പുരോഗമിക്കുകയുള്ളൂ അല്ലെ? രാജ്യപുരോഗതിക്ക് കാരണമാകുന്നു. അപ്പോൾ ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളാണ്. ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളാണ്. അപ്പൊ പഞ്ചായത്തുകളുടെ അധികാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ജനക്ഷേമമാകും. പഞ്ചായത്തുകളുടെ അധികാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് അത് ജനക്ഷേമമായിട്ട് മാറും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത് പറയുന്നത് ഗ്രാമങ്ങളുടെ വികസനം രാജ്യ പുരോഗതിക്ക് കാരണമാകുന്നു അല്ലെ? അപ്പൊ ജനാധിപത്യ ഭരണത്തിൽ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ്. പഞ്ചായത്തുകളുടെ അധികാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് ജനക്ഷേമം ആവുകയും ചെയ്യും. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? അനുച്ഛേദം 40 ഓപ്ഷൻ സി ആണ് ഉത്തരം. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവം ഭക്ഷ്യോൽപാദന രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാക്കി. അപ്പൊ ഹരിത വിപ്ലവത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. കീടനാശിനികളുടെ ഉപയോഗം, ജല ഉപയോഗം, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ധാന്യങ്ങളുടെ ഇറക്കുമതി, രാസവളങ്ങളുടെ ഉപയോഗം തുടങ്ങിയവ തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എ നമുക്ക് നോക്കാം. പദസൂര്യനിലെ സൂചനകളിൽ നിന്നും ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ വിശദമാക്കുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നേട്ടങ്ങൾ ഒരു കുറിപ്പ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ എഴുതണം? ഒന്ന്, ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടി എന്നുള്ള കാര്യം അല്ലെ? ഹരിത വിപ്ലവത്തിന്റെ ഒരു നേട്ടമാണ് എന്തെന്ന് പറയുന്നത്? ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടി. അതുപോലെ എന്ത് ചെയ്യും? ഇറക്കുമതി കുറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് പിന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നോ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇറക്കുമതി കുറഞ്ഞു. അപ്പൊ എന്തൊക്കെ എഴുതാം? ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടി, ഇറക്കുമതി കുറഞ്ഞു, ഭക്ഷണ സാധനങ്ങളുടെ വില കുറഞ്ഞു, ഉൽപാദനം വർദ്ധിച്ചു. അപ്പൊ ഇതൊക്കെയാണ് എഴുതേണ്ടത്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതി കുറഞ്ഞു, ഭക്ഷണ സ്വയം പര്യാപ്തത നേടി, പിന്നെ എന്താണ്? നമുക്ക് ഭക്ഷ്യസാധനങ്ങളുടെ വില കുറഞ്ഞു, ഉൽപാദനം വർദ്ധിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു അല്ലേ? ഇതൊക്കെ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഇനി ഇതൊക്കെ ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഇനി ബി ക്വസ്റ്റ്യൻ, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്ന 2 സർക്കാർ പദ്ധതികളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 സർക്കാർ പദ്ധതികളുടെ പേര്, ഒന്ന് എന്താണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ. അപ്പോൾ ഒരു പരിപാടി ഏതാണ്? താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്ന അവസരങ്ങളും മറ്റു വരുമാനവും നൽകുന്ന 2 സർക്കാർ പദ്ധതികളുടെ പേരാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി.
2 എന്താണ്? പ്രധാനമന്ത്രി റോസ്കർ യോജന. ഇങ്ങനെ 2 പരിപാടികളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പ്രധാനമന്ത്രി റോസ്കർ യോജന. അപ്പോൾ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്ന 2 സർക്കാർ പദ്ധതികളുടെ പേര് എഴുതാൻ പറഞ്ഞു. ഒന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, രണ്ടാമത്തെ പ്രധാനമന്ത്രി റോസ്കർ യോജന. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.